രാജ്കുമാർ, വളരെ വലിയൊരു നിയമ നടപടിയിലേക്ക് വിജയ് നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും അത്ര കണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഓരോരുത്തരും തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചകളാണ് വരുന്നത്. നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ. പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് 40 പേർ മരിച്ചു എന്നാണ്. ഇത് തമിഴ്നാട് ഗവൺമെന്റ് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസും ആ സംശയം പറയുന്നുണ്ട്. കാര്യം സ്വകാര്യ ആശുപത്രിയിലും പലരുമുണ്ട്. അത് ഇപ്പോൾ അതിന്റെ കണക്കുകൾ ലഭ്യമായി തുടങ്ങി. മരണസംഖ്യ 34-ൽ നിന്ന് 40 ആയി എന്ന് പറഞ്ഞ ഒരു ഇത് പുറത്തു വരുന്നെങ്കിലും പക്ഷെ അത് ഔദ്യോഗികമായി തമിഴ്നാട് ആരോഗ്യവകുപ്പ് ഇതുവരെ ആ വിവരങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. അല്പം മുമ്പ് ADGP മാധ്യമങ്ങളോട് സംസാരിച്ചത് മരണസംഖ്യ 34 എന്നായിരുന്നു. എന്നാൽ 6 പേർ കൂടി മരിച്ചു എന്നാണ് തമിഴ്നാട്ടിലെ ഈ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. അതാത് പ്രദേശങ്ങളിലെ ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രികളിലും മറ്റും കണക്കും ചേർത്താണോ അതോ ഇത് വീണ്ടും ഡബിൾ ചെയ്ത് വന്നതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. അത് ഒരു ഭാഗത്തത് നിലനിൽക്കുന്നു. അതേസമയം തന്നെ ഇപ്പൊ നമ്മൾ ആ നിയമപരമായ കാര്യം ചെന്നൈ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇതുപോലെയുള്ള കൂട്ടങ്ങൾ പ്രത്യേകിച്ച് ഈ ഇദ്ദേഹത്തിന്റെ TVK എന്ന് പറയുന്ന റാലി അത് ഈ നടൻ ഈ വിജയുടെ ആ റാലിയിൽ വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാണോ? പല സ്ഥലങ്ങളിലും അപകടങ്ങൾ സംഭവിച്ചു. അപ്പോൾ ആ നിലയിൽ ഇത് വീണ്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കിയാണോ ഇതുപോലെയുള്ള റാലികൾ സംഘടിപ്പിക്കുന്നത്? ഇനി എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയോ നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളായിരിക്കും എന്ന് TVK നേതാക്കളോട് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. ചെന്നൈ ഹൈക്കോടതി ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തെ ഞെട്ടുന്ന ഒരു സംഭവം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതൊരു ഭാഗത്ത്. നമുക്കറിയാം ബംഗളൂരുവിൽ അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആളുകൾ ഇതേപോലെ കൊല്ലപ്പെട്ടിരുന്നു. ആ സംഭവത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ നിലയിൽ ഇത് അങ്ങനെയാണെങ്കിൽ അത് നേരിട്ട് അല്ലു അർജുന് ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ ഇത് കരുതിക്കൂട്ടി ഈ പോലീസ് ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും വെല്ലുവിളിച്ചുകൊണ്ട് നിയമ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ പക്കൽ ആളുകളുണ്ട് എന്ന ഒരു ഷോ കാണിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഒരു റിസ്ക്, ആ റിസ്കിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഗൗരവത്തിനും അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയർത്താൻ വേണ്ടി നടൻ വിജയ് ചെയ്ത ഒരു കാര്യത്തിന് നൽകേണ്ടി വന്ന വില എന്ന് പറയുന്നത് 34 പേരുടെ ജീവൻ, അതിൽ 7 കുഞ്ഞുങ്ങൾ, 16 സ്ത്രീകൾ. ഇതിന് അദ്ദേഹം സമാധാനം പറയേണ്ടി വരും. ഉറപ്പായും നടൻ വിജയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ നടൻ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ തന്നെ ആ പോലീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് തന്നെ കേസെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഒരേ സമയത്ത് തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ ഇതുവരെ നടൻ വിജയെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ കൈയൊഴിഞ്ഞ മട്ടാണ്. അദ്ദേഹം മാത്രമല്ല ഈ പ്രസംഗം പാതിയിൽ നിർത്തി അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹം ആശുപത്രിയിലെത്തി മറ്റുള്ളവരെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അതൊരു അദ്ദേഹത്തിന് വേറൊരു കരുതലായേനെ. പക്ഷെ അതല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. ഇത് ഒരുപക്ഷെ ജനങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3000-ലധികം ആളുകളാണ് ഈ ആശുപത്രി പരിസരത്തും പോലീസ് സ്റ്റേഷനിലും മറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അവർ അവരുടെ ഈ ബന്ധുക്കളെയും മറ്റും പലരെയും ഇതുവരെ കാണാതായ പലരുമുണ്ട്. അവരൊക്കെ മടങ്ങി എത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. എന്തായാലും ആളുകൾ എല്ലാവരും ആശങ്കയിൽ ഇപ്പോൾ തുടരുകയാണ്.